ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എൻ്റെ ഫാമിലീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലോ അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ടൈമിലും ഫെമിൻ്റെ വീട്ടുകാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തി തരാം. ബാ, ഇതാണ് എൻ്റെ അനിയൻ അല്ലേ. ഓൻ LKG പഠിച്ചല്ലേ, സോറി ഓ UKG ഗൈസ്, മാറിപ്പോയി. ഓ UKG. അപ്പം പിന്നെന്താ പറഞ്ഞു കൊടുക്കുക, മദ്രസിലോ ഒന്നിലും സ്കൂളിൽ UKG അല്ലേ. അവൻ്റെ പേരെന്താ, ഐദീൻ അല്ലേ. അവൻ്റെ പേരാണ് ഐദീൻ. ഞങ്ങൾ ഐദീൻ വിളിച്ചു. ഒറിജിനൽ നെയിം എന്താ, അവൻ്റെ പേര് മുഹമ്മദ് റസീൻ എന്നാ. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ നീച്ചത്, കുറച്ചധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി കഴിഞ്ഞു, എല്ലാവരും തിന്നല കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനും അനിയനും മാത്രമാണ് തിന്നാനുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഇന്ന് പൂളയാണ് ഇട്ടുള്ളത്, പൂളിയും മീൻ കറിയാണ്. അപ്പം അതൊക്കെ കഴിച്ച് അങ്ങനെ വെച്ച് അനിയത്തേക്ക് കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനം എഴുതി കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്നോട് എനിക്ക് എന്താ വേണ്ടിയത്, ഇന്നെന്താ ഫുഡ് ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അപ്പം വെച്ചൊരു മിനി സദ്യ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ്. ഞാൻ ക്ലീനിങ്ങിന് നിന്നു. അപ്പോൾ താത്ത ഉണ്ട്, ഓള് എന്താ പറയുക ഹോസ്പിറ്റലിൽ പോയതാണ്. ഓളിപ്പോൾ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് ട്രെയിനിങ്ങിന് കയറിയാണ്. അപ്പോൾ ഞാൻ നീച്ചപ്പോഴത്തേനൊക്കെ ഓള് പോയിക്കണേ, ഞാൻ നീച്ച നല്ല ലേറ്റ് ആയാലും പിന്നെ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അടിച്ചിടാൻ നിൽക്കുകയാണ്. അനിയനും അനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഓല ബുക്കും കാര്യങ്ങളും തന്നെ കാര്യം എല്ലായിടത്തും നോക്കിയാലും. അപ്പോൾ സോഫയിൽ കാണുന്നത് അനിയൻ്റെ ബുക്കാണ്. ഓനിപ്പോൾ എന്തിനോ വർക്ക് എന്തോ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് അതേമാതിരി ഇട്ട് പോയതാണ്. ഇതിൽ കാണുന്ന പോലെ ഈ ചുരിദാറും ഇതൊന്നല്ല കേട്ടോ ഞാൻ വീട്ടിലിടൽ, വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഞാൻ ടീഷർട്ടും പാൻറ്റും പിന്നെ ഉമ്മാൻ്റെ മാക്സിയൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കൽ. അങ്ങനെ പിന്നെ അനിയനോട് തിരുമ്പാളുടെ ഡ്രസ്സും വെച്ച് കൊണ്ടെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവനൊന്നെടുത്ത് പോണേ. അപ്പോൾ ഞാൻ ഒന്നല്ല എല്ലാം കൂടിയും കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ ഒക്കെ പാടെടുത്ത് പോവാണേ. എന്തെങ്കിലുമൊക്കെ പണി ഓനക്കും കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് കുറേ കമൻറ്റ്സ് വരലുണ്ട്, എന്താ ഫെമിൻ്റെ വീട്ടുകാരെ കാണിക്കാത്തത്, ഫെമി വീട്ടിൽ പോയാലും എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഉമ്മാക്കൊന്നും വീഡിയോയിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല. വീഡിയോ ചെയ്യണതിന് കുഴപ്പമുണ്ടായിട്ടില്ല, ഇമ്മാനെ വീഡിയോയിൽ കാണിച്ചാൽ വലിയ താല്പര്യമില്ല അമ്മക്ക്. ഞാൻ കുറേ പറഞ്ഞാണ് അമ്മച്ചിനെ സമ്മതിപ്പിച്ചെടുത്തു കേട്ടോ. എല്ലാവരും നിങ്ങളെ ചോദിക്കണ്ട, അപ്പോൾ നിങ്ങൾ എന്തായാലും നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഇന്നെ ഫുള്ളായിട്ടൊന്നും കാണിക്കണ്ട, ഇന്നെ ഇടയിലൊന്ന് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ കാണുന്ന ടെഡ്ഡി ബിയറിൻ്റെ അനിയത്തിൻ്റെ ആണ് കേട്ടോ. ഓള് ചെറിയ കുട്ടിയാകുമ്പോൾ 1 വയസ്സെങ്ങാണ്ടാവുമ്പോൾ ഇപ്പച്ചി അമ്മോനെ ആരോ കൊടുന്നു കൊടുത്തതാണ്. ഓളിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കണത്. ഓക്ക് ഇപ്പോഴും ഇത് രാത്രി കിടക്കുമ്പോൾ ഓക്ക് ഇത് വേണം. അപ്പോൾ അത് അനിയത്തി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അടിച്ചു വരാൻ നിന്നു കേട്ടോ. അപ്പം വെച്ച് ഇന്ന് അഫിലെന്തായാലും കൊണ്ടുവരാൻ വരുമല്ലോ, അപ്പോൾ ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേന് എത്തുമെന്ന് ചോദിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ഞാൻ എത്താം, എനിക്കൊരു വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ ഞാൻ അനിയത്തിക്കും പണിയെടുത്തിട്ടോ. ഞാനിവിടെയൊക്കെ ക്ലീനാക്കി അടിച്ചിട്ട് വരുമ്പോഴത്തേന് കിച്ചൺ ക്ലീൻ ചെയ്തുകൂടെന്ന് പറഞ്ഞ് അങ്ങനെ ഓളത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പിന്നെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ചെയ്യാണ്. അവൾ കടയിൽ പോയപ്പം പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പം പിന്നെ അത് ഉപ്പും മുളകും തിരുമ്പിയിട്ട് തിന്നാണ്. അപ്പം പിന്നെ ഞാനും പോയിട്ട് അതിന് 1-2 പീസ് എടുത്തു. ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ മഴ ഉണ്ടാവില്ല. ഇന്ന് അത്യാവശ്യത്തിന് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പുറത്ത് നല്ല മഴ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോയി. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മച്ചി അവിടെ ലഞ്ച് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നോട് വേഗം തുടച്ചിട്ട് വാ എന്നെ സഹായിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചൺ ഉണ്ട് ക്ലീൻ ആക്കാൻ. കിച്ചണിൽ ഉമ്മച്ചി ലഞ്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ആക്കിയിടായിരുന്നു. അപ്പോൾ ഇവനെ ഞാൻ തുടച്ചപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ തുടക്കുന്ന സ്ഥലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവനോട് പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ ഇതിന് ഉമ്മച്ചി ഇവിടെ എന്താ ഇത് സാമ്പാർക്കുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ എന്നോട് അതിക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വെച്ച് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തു. മഴയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടിലുള്ള അവസ്ഥയാണല്ലോ ഇങ്ങനെ ഒരു അയൽ. അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക ഉമ്മച്ചിക്ക് ജസ്റ്റ് സാമ്പാർക്കും ഇതിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതിരുത്തി നിൽക്കുകയാണ്. നമുക്ക് ഇത്തരം ഹെൽപ്പുകളല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഞാനൊക്കെ സെറ്റാക്കി കൊടുക്കാൻ കരുതി. ഏകദേശം സെറ്റാക്കി കേട്ടോ. ഇത് പച്ചടിയോ എന്താ പറയുക ബീട്രൂട്ടിന് കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വെച്ച് സെറ്റാക്കും. അങ്ങനെ ചെറുതായിട്ടൊരു വിശപ്പ് വന്നപ്പം കയറ്റും പുറത്ത് നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഒരു നൂഡിൽസ് കണ്ടപ്പം അതുണ്ടാക്കി കഴിക്കരുതി. അപ്പോൾ അതുണ്ടാക്കി പുറത്ത് പോയിരുന്ന് തിന്നാണ് കേട്ടോ. അനിയനൊക്കെ മയത്ത് വലിച്ചാണ്. അപ്പം 3 കൂടി ഒരുമിച്ചിരുന്ന് തിന്ന്. അങ്ങനെ പിന്നെ അമ്മച്ചിനോട് ചോറ് ഒന്ന് വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ചോറ് അടുപ്പത്തേക്ക് വെച്ച് സാമ്പാർക്കോ അവിയൽക്കോ ഒന്തുക്കോ ഉള്ള ചേനൻ്റെ കഷ്ണം വെച്ചിട്ടാണ്.
പിന്നെ ബീട്രൂട്ടിൻ്റെ സാധനം ഇവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാങ്ങ ചെറിയ അച്ചാർ ഇട്ടിട്ടുണ്ടല്ലോ ഈ സദ്യയിൽ ഇങ്ങനെ, അങ്ങനെ അത് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് അത് സെറ്റാക്കിയാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് പാളിപ്പോയി, രസം കിട്ടിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാം കേട്ടോ. അത് ഫോണൊക്കെ കണ്ട് ബേക്കറിയൊക്കെ തിന്ന് റെസ്റ്റ് എടുക്കുക. അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് ഏകദേശം എല്ലാം സെറ്റ് ആക്കണ്. കുറേയൊന്നും ഇല്ലെങ്കിലും മെച്ചിനോട് കഴിയണ മെച്ചി ഫുൾ സെറ്റ് ആക്കി. അങ്ങനെ പിന്നെ താത്ത വരണമെങ്കിൽ ഏകദേശം 2 മണി 2:30 ആവും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. ഇത് അനിയത്തിയാണ് കേട്ടോ ഇലയിലൊക്കെ ഇട്ട് തിന്നണത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഓള് വന്ന ഉടനെ കഴിച്ചിട്ടോ. അപ്പോൾ ഓള് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ ഞാൻ അവിടെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വന്നപ്പം രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതന്നെ ഇട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് അതിനിട്ട് പോവാണ്. അങ്ങനെ അഫ്ലിനോട് മാറ്റിക്കാൻ പറഞ്ഞു. അഫ്ലു വരാനായിക്കണ്, മാറ്റി നിന്ന് പറഞ്ഞു. ഞാൻ അഫ്ലു വന്ന ടൈം ഏകദേശം ഈവനിങ് ആയിക്കൊണ്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് എത്ര ടൈം 4 മണി ആവണേ. 4 മണി 4:30 ആയിക്കണ്. അഫ്ലു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് എത്താത്തപ്പോൾ പിന്നെ അമ്മച്ചി പറഞ്ഞു എന്നാൽ ഈവനിങ് ആണെങ്കിൽ ചായയും കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അഫ്ലുക്ക് വിളിച്ച് ഞാൻ ചായ കുടിക്കാനാകുമ്പോഴത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പം ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല, അഫ്ലു വർക്ക് കഴിഞ്ഞിട്ട് നേരെ എന്നെ എടുക്കാൻ വരികയാണ്. അപ്പോൾ പിന്നെ ലഞ്ച് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ അതന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഫ്ലു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മെസ്സി പോകുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്നാ വരിക. എല്ലാ അമ്മമാരും അങ്ങനെ കേൾക്കാറില്ലേ. അപ്പോൾ ഗൈസ് അടിപൊളി സദ്യ കേട്ടോ. ഞാൻ വർക്ക് നേരെ പോകുന്നു. മിനി സദ്യ ഫുള്ളല്ല, മിനി രസമുണ്ട്. എനിക്ക് ഒരു കറിയും ചോറും വലിയ ഇഷ്ടമല്ല. ഈ കൂട്ടാനും അങ്ങനെയൊക്കെ നമ്മൾ തിന്നു. പിന്നെ ഞാനിവിടെ നിൽക്കും അല്ല കേട്ടോ, അവളൊന്ന് കൊണ്ടുപോകും. അതിന് വന്ന ഞാൻ നേരെ വർക്ക് നേരെ പോകുന്നു. അപ്പൊ അവിടെ എന്താണ് രസിക്ക് വന്നിട്ടല്ലേ? അവിടെ രസിക്ക് വന്നിട്ടോ. റെഡ് അലേർട്ട് പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതന്നെ ഇട്ടാ പോണേ അല്ലേ? കാറിലല്ലേ ആര് കാണുന്നു? ഞാൻ ഇതന്നെ ഇട്ടാ വന്നത്. ആൾക്കാർ ചേച്ചി അവിടുത്തെ ഡ്രസ്സല്ലേ ഇതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ തന്നെ ഇട്ടാ വന്നല്ലേ? അപ്പം അവിടെ വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ ബൈ പറയും. ബൈ ബൈ. അങ്ങനെ പോന്നപ്പം നമ്മളെ കൂടെ മമ്മിയും പോകുന്നുണ്ടായിന് കേട്ടോ. എന്താ വെച്ചാൽ മമ്മ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ പോണ വൈക്കിലാണ് മൂത്താപ്പാൻ്റെ വീട്. അപ്പം മമ്മ എന്തായാലും പോകാൻ നിൽക്കുകയാണ് മൂത്താപ്പാനെ വിളിച്ചിട്ട്. അപ്പം അഫ്ലു പറഞ്ഞാൽ ഞാൻ ആക്കി തരാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ആ റൂട്ടിലാണ് പോണത്. അപ്പം പിന്നെ മമ്മാനെ ഇറക്കി കൊടുത്തിട്ട് പോകാൻ മമ്മാനെ ഇറക്കി കൊടുത്തു പോവാണ് അല്ലേ? മമ്മാനെ വേറെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ഉമ്മാനെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്ത് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയതിനു ശേഷമുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.